ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ധ്യാനെ ഒരു പ്രാവശ്യം രാജിവെച്ചാണ് വീണ്ടും രാജിവെപ്പിക്കല്ലേ. വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ. ആ സമയത്ത് 14-15 തീയതികൾ. അപ്പം അതിൽ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങളോട്, നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാ. അപ്പൊ ഞാനായിരിക്കണമല്ലോ. അതെന്ത് ചോദ്യ. കാസ്റ്റ് ചെയ്യാൻ ഇക്ക ചെയ്യുമെന്ന് ചോദിക്കുക. ഇക്ക മലയാളം വിട്ടു നിൽക്കുക. അപ്പോഴാ ഒടിഞ്ഞ കൈയാണ്. ലാലേട്ടൻ്റെ മൈജിക്ക് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് ഡേറ്റില്ലായിരുന്നു, പോകാൻ പറ്റില്ല. നീരജ് ചെയ്തതല്ല. മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ ആ തിണ്ടിയുടെ മലയാളിക്ക് പറഞ്ഞാൽ എടാ അവർ പറയുന്ന പൈസക്ക് പോവാം, അവരപ്പോൾ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചു ഇവൻ. നമ്മൾ കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയില്ല. അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കിയില്ലല്ലോ, അത് വിട്ടു. എല്ലാ തവണ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മൾ കുറച്ച് നാടകവും നമ്മൾ കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല. ഇത്തവണ നമ്മൾ കട്ട കമേഴ്ഷ്യൽ ഇതാണ്. അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല. ചേച്ചി നമ്മൾക്ക് വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിയിട്ടിരിക്കണേ. ഞാൻ കഥ കേട്ട് ത്രില്ലടിച്ചിട്ടാണ് പറഞ്ഞതൊക്കെ. പൊളിക്കല്ലേ പ്ലീസ്. ഒന്നും അറിയില്ല. ഷീൽ ചേച്ചിന്റെ അബ്രാം ചേട്ടന്റെ പടം പോവാ ചെയ്യാൻ വരിക, അത്രേ ഉള്ളൂ. 41 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ദിസ് ഇസ് മൈ 41st ഇയർ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുക തന്നെ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഞാൻ ആർക്കും കോമ്പറ്റീഷനായിട്ട് പോകുന്നില്ല. ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം, നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം, ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനമോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. We present you the perfect English. WhatsApp now 9633888575. മലയാള സിനിമയിൽ ഒരു നൊസ്റ്റാൾജിയാണ്. റഹ്മാൻ എന്നൊരു ആക്ടർ അയാൾ ചെയ്തു വെച്ച സിനിമകൾ ഞങ്ങൾ പല ആവർത്തി കാണാൻ തരുന്നത്. ഇത് ആ സ്റ്റൈലും ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊരു നൊസ്റ്റ് ഓർമ്മയായിട്ട് നിൽക്കുന്നു. പക്ഷെ നേരെ തിരിച്ച് റഹ്മാൻ എന്ന് പറഞ്ഞ ആക്ടർ ചിന്തിക്കാൻ നേരത്ത് ഏതൊരു ആക്ടറും മനസ്സിൽ തോന്നൊരു ചിന്തയുണ്ടല്ലോ, ഞാൻ ചെയ്തു വെച്ചൊരു സ്പേസ് മലയാള സിനിമയിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി. അതിലേക്ക് തിരിച്ചു ചെല്ലണം. ഞാൻ ലീഡായിട്ടുള്ള ചിത്രങ്ങൾ, മലയാള സിനിമയിൽ എൻ്റെ സ്ഥാനം എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനൊരു തുടക്കം കുറിക്കലാണ്. ഇപ്പൊ നമുക്കറിയാം, റീസെന്റ് മലയാള സിനിമയിൽ ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള പല ആക്ടേഴ്സും അവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മമ്മൂക്ക അടക്കമുള്ളവര് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ മലയാള സിനിമ മാറി എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകർ അതിനോടൊപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 41 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ദിസ് ഇസ് മൈ 41st ഇയർ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുക തന്നെ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഞാൻ ആർക്കും കോമ്പറ്റീഷനായിട്ട് പോകുന്നില്ല. ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം, നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം, ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനമോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയി ഇവിടുന്ന്, അതൊന്നുമില്ല. ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പല വേറെ ഇതൊക്കെ ചെയ്തതിന് അത് നിങ്ങൾക്ക് മീഡിയക്കും അറിയാമായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല, ആവില്ല. ഞാൻ കോമ്പറ്റീഷനില്ല. ഞാൻ എൻ്റെ പണി, എൻ്റെ സിനിമ അങ്ങനെ ചെയ്തു പോകും. നല്ല സിനിമകൾ ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. പക്ഷെ മലയാളികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം റീസെന്റ് ബ്ലാക്ക് പോലും അത് ഭയങ്കര കൾട്ടായിട്ട് കാണുന്ന പല ക്യാരക്ടേഴ്സും സംഭവിച്ചിട്ടുള്ള. നിങ്ങൾ പറഞ്ഞ ഗ്യാപ്പാണോ മലയാള സിനിമയിൽ വരുന്ന ഗ്യാപ്പിലാണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ പോകുന്നതാണ്.
ഒരു വർഷത്തിൽ അങ്ങനെ കുറച്ച് ബിസിയാണ്. ഇടയ്ക്ക് ഞാൻ വന്നൊരു മലയാളം സിനിമ ചെയ്യും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇല്ല, എൻ്റെ ആദ്യ ചിത്രം ഇറങ്ങിയ ഹാപ്പി വെഡ്ഡിങ്, അതിൻ്റെ കൂടെ ഇറങ്ങിയ പടങ്ങൾ കമ്മട്ടിപ്പാടം, ആടുപുലിയാട്ടം, യോദ്ധാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ കൂടെ ആദ്യ സിനിമ ഇറക്കിയ വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഹാപ്പി വെഡ്ഡിങ് ഹിറ്റായിട്ട് 100 ദിവസം കയറി. അപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ പബ്ലിസിറ്റിയും പരിപാടിയൊക്കെ കൊടുക്കണം എന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒന്ന് അടിപൊളിയാക്കിയാൽ മതി. എന്താണ് ഇന്ന് 2 പടങ്ങൾ ഇറങ്ങി, നാളെ നമ്മുടെ പടങ്ങൾ ഉൾപ്പെടെ ഇറങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷീലുമാമ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം എന്താണ് ഷീലുമാമ ഉണ്ടായ ഒരു വിഷമം എന്താണ്? ഇല്ല, അത് സത്യത്തിൽ അതിനെ ദയവ് ചെയ്ത മീഡിയസ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന. അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ സിനിമയിലും ഒരു 10-40 ആർട്ടിസ്റ്റുകളോളം വന്നിട്ടുണ്ട്. അപ്പം അവർ 3 സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഐക്യദാർഢ്യം, അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു. അതിലൊരു തെറ്റുമില്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെപ്പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനിയൊരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല. അത് അവിടെ തീർന്നു. അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് ആരും ചിന്തിക്കേണ്ട. അല്ല, ഈ റീസെന്റ് സിനാരിയോയില് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ നേരത്ത് മലയാള പ്രേക്ഷകർ ഇങ്ങനെ നെട്ടു. ആ സന്ദർഭത്തിലാണല്ലോ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. എന്ത് പരാമർശം? ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അത്. അല്ല, ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയിൽ ഏറ്റവും പവറായിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ യൂത്തായിട്ട് ഇപ്പോൾ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത്. അപ്പോൾ ഇവർ 3 ആൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിൻ്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം, മറ്റ് ചിത്രങ്ങളൊന്നും കൂടി പറയായിരുന്നെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറയുക, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവർ 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം. ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെൻറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 പേരൊരു ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോൾ അതിൽ ഞങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കട ഇട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തികളിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ എന്ന്. അപ്പം അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രം, അതിന് ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം ഇന്ന് ആസിഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാണ് പറഞ്ഞത്. അതായത് ഈ വലിയ ചിത്രങ്ങൾ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷന് മുടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇവരെ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണച്ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു. അപ്പോൾ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും കിട്ടുന്നൊരു നല്ല കാര്യമാണല്ലോ അത്. അത് ഉദ്ദേശിച്ചു. അല്ല, എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയുക, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസ് ഇമ്പാക്റ്റ്
അല്ലെങ്കിൽ മാസീവ് തിയേറ്ററൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത്. അപ്പോൾ അത്ര കിട്ടാത്തതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമമുണ്ട്. അല്ല അല്ല കമൻസിലെ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പം ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാൽ പറയും അതും മാർക്കറ്റിംഗാന്ന് പറയും. അതാണ് ആളുകൾ. നാളെ അവൻ്റെ പടം റിലീസാണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റണ്ടാന്ന് പറയുന്നത്. അതാണ് ജനം. ഇപ്പം ഞാൻ പറയട്ടെ, ഇവർ ഇപ്പോൾ ടോവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവർ മൂന്നാൾ എൻ്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? അല്ല ഞാനോ തന്നെ പറഞ്ഞേ, ഇവർ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ റീച്ച് ഭയങ്കരമാണ്. ഇവർ 3 പേര് കൂടിയിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ അല്ല അവരാ വീഡിയോ അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ. അപ്പം നമ്മളും അതേപോലെ അവർ പബ്ലിക്കായിട്ടാണ് ആ സാധനം പറഞ്ഞത്. അപ്പം ഞാനും പബ്ലിക്കായിട്ട് പറഞ്ഞു. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം, നമ്മൾ കൂടുതൽ പവർഫുൾ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം അതിന് പറഞ്ഞ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അതന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ തന്നെയല്ലേ, റഹ്മാൻ സാറിലെ ഇൻഡസ്ട്രിയിൽ ഇവർക്കൊക്കെ മുന്നത്തെ യൂത്തനായിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ? ഇപ്പം മമ്മൂക്കാടെയും ലാലേട്ടൻ്റെയും ഒരു പടമാണ് ഇറങ്ങണേന്ന് വിചാരിക്കും, ഇവരിത് ചെയ്യുമോ? ഇപ്പൊ ബസൂക്കയും ബറോസും ഉണ്ട് ഓണത്തിന്. അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടിയിട്ട് വിഷയമില്ലേ? എന്താരൊന്നും മിണ്ടാത്ത ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തോ ആയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് വേറെ ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത് ചിലപ്പോൾ എൻ്റെ തെറ്റാവാം, എൻ്റെ സ്വാർത്ഥതയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് മനുഷ്യനല്ല, എനിക്കും ഉണ്ടാവാം സ്വാർത്ഥമായ താല്പര്യങ്ങൾ. അങ്ങനെ കരുതിക്കോ. ഇല്ല, ഇവരാരും എന്നെ വിളിച്ചിട്ടില്ല. ആസിഫ് അലി ബാഡ് ബോയ്സ്. അപ്പൊ നമുക്ക് അത് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷമായി. പടയണ്ട ഇല്ല, ഇത് ഫസ്റ്റ് എന്നെ ഉമ്മർ വിളിച്ചപ്പോൾ അണ്ണാ ഒരു പടമുണ്ട്, ഇക്ക ഹീറോയായിട്ട് ഞാൻ അതിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ഒരു ദിവസം വിളിക്കുക, മുമ്പേ ദിവസം വെച്ച് 4 പടത്തിൻ്റെ പൂജ വന്നേക്കണമെന്ന്. ഈ കഥയെ പറഞ്ഞിട്ടില്ല, ഡേറ്റും ചോദിച്ചില്ല, പൂജയ്ക്ക് വിളിച്ച്. അപ്പം ഞാൻ പൂജയ്ക്ക് പോയപ്പോൾ അറിയാണ്ട് ഞാൻ കോട്ടിട്ടിട്ട് പോയി. അത് ഭയങ്കര ന്യൂസായി. അന്ന് എനിക്കറിയില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് തണുപ്പായിരുന്നു. അപ്പോൾ കോട്ടിട്ട് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. എല്ലാവരും എന്നെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഡയറക്ടർ ഉമർ മാത്രം വേറെ വിഷയമല്ല. ആഹാ, ഇതാണ് കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് പൂജയ്ക്ക് പുള്ളി കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് കോട്ട ഊറണം. അപ്പൊ ഞാൻ ഊറാനെടുത്തൊക്കെ ഉമർ നോക്കുമ്പോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ശരിയായിട്ട് അപ്പോൾ പടത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇപ്പോൾ ക്യാരക്ടർ എന്താ ഒന്നുമില്ലண்ணா വന്നേക്ക് പറഞ്ഞു. ശരി, இந்த ட்ரெஸ் ஒன்றும் அளவு ஒன்றும் எடுത്തില്ല. அண்ணா அந்த கோட் இட்டല്ലേ, அந்த കോട്ട് വേറെ എന്താ, ചെയിന്, മോതിരം, അണ്ണനക്കുള്ള എന്തൊക്കെ ഉണ്ടോ? ഇല്ല, എൻ്റെ കഥാപാത്രം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഥാപാത്രം. പുള്ളി വിചാരിച്ചത് ഇതിന്റെ ലോഞ്ച് 5 സ്റ്റാർ ഹോട്ടലിനകത്ത്. അതാ സത്യം. ഇൻഡോർ ആയിരിക്കും വെച്ചിട്ട് അതിനാ വന്നത്. ഭയങ്കര ബിൽഡപ്പാ വന്നിട്ട് ഞാൻ മാത്രം വിയർത്ത്. അത് പിന്നെ ലൊക്കേഷൻ വന്നപ്പോൾ കഥാപാത്രം പറഞ്ഞപ്പോൾ ഡയലോഗ്സിന് പറഞ്ഞു, അന്നം പറയുന്നത് പോലെ പറഞ്ഞു ഡയലോഗ്. ഇതെന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ തമിഴ് മിക്സ് ചെയ്ത് മലയാളത്തിൽ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഈ ക്യാരക്ടർ. പക്ഷെ ഞാൻ ഡബ്ബിങ് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് അത് ഭയങ്കര രസകരമായിട്ടുണ്ട്. ചെറിയ പോർഷനായാലും ഗസ്റ്റ് അപ്പിയറൻസ് ആയാലും ഒരു പടത്തിലെ ഫുട്ടേജ് അല്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ആ പടത്തിലെ ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതിനാണ്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെതായിട്ട് ഒരു കഥാപാത്രത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ എന്താ പറയുക, ഒരു ഫ്രീഡം കൊടുത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. നന്നായി വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ റീസെന്റ് ഉള്ള വർക്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ഈ റഹ്മാൻ സാറൊക്കെ സത്യം പറഞ്ഞ ഈ മമ്മൂക്ക ലാലേട്ടൻ ഈ ഒരു കാറ്റഗറിയിലൊക്കെ പറയുന്നത് സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ എന്താണ് ഇത് ഈ ഇദ്ദേഹത്തിനെയൊക്കെ ഈ ഗണത്തിൽ കൂട്ടുന്നതെന്ന് ചോദിക്കുന്നത്? സ്ക്രീൻ പ്രസൻസിന്റെ അത് ആ മോണിറ്ററിൽ കാണാൻ നേരത്തൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവില് ഇത് എത്രത്തോളം ആസ്വദിച്ചിരുന്നു? അല്ല, ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു വാവ് അടിച്ചിട്ടുണ്ട്. കാരണം സാറിൻ്റെ ഒരു ഓറയും സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. അതായത് സാർ എന്തുകൊണ്ട് ഇത്ര നാൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല? അല്ലെങ്കിൽ ഇപ്പം ഈ സിനിമ ഇതിങ്ങനെ ഹിറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം മറ്റുള്ള ഡയറക്ടേഴ്സിന് എല്ലാവർക്കും കൂടി. ഒന്നാമതേ ഇവിടെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാറിനെ പോലെ ഒരാൾ വീണ്ടും വന്ന് ഇതേപോലെ മാസീവ് ഇമ്പാക്റ്റുള്ള മാസ് കോമഡിയും എല്ലാം കളർന്നിട്ടുള്ള ഒരു ഫിലിമുകൾ ചെയ്യുക, അതൊക്കെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് താരങ്ങൾ വരട്ടെ. ഞങ്ങൾക്ക് സംവിധായകർക്കൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് സിനിമ ചെയ്യാൻ പറ്റുന്ന അത്രയധികം താരങ്ങൾ ഉണ്ടാവട്ടെ. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പോൾ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടറാണെങ്കിൽ കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസും കൃത്യമായ സ്പേസും കൊടുക്കാൻ ഭയങ്കര ശ്രദ്ധിച്ച് തന്നെയാണ്, അത് എഴുത്തിൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പിന്നീട് കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ വന്നുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ ഒരു 75 ആർട്ടിസ്റ്റുകളുടെ ഒരു കാസ്റ്റിങ്ങിലോട്ട് പോയത്. പിന്നെ പറയാനുള്ളത്, നാളെ പടം റിലീസാണ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ പടം എല്ലാവരും ഹിറ്റാക്കി തരണം. റഹ്മാൻ സാറ് കൈ കിടക്കുന്ന വാച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പടം എല്ലാവരും ഹിറ്റാക്കി ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തരണം. താങ്ക് യു സാർ, താങ്ക് യു. ഇപ്പം തന്നെ ബാലയുടെ വാച്ച് നോക്കടാ, ഇതുണ്ട്, ഇതാണ് ഗിഫ്റ്റ്. റഹ്മാൻ സാർ വാച്ച് ഇട്ടിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് പടത്തിൽ. തിയേറ്റർ പൂരത്തിനുള്ള ജനം വന്നാൽ തീർച്ചയായിട്ടും അത് പൂരപ്പറമ്പാവും. ഇവര് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനെ റീവിസിറ്റിംഗും കൂടെ ചെയ്യുന്നുണ്ടോ അതോ പുതിയതായിട്ടുള്ള ഒരു ഫ്രഷ്? ഇല്ല, ബാബുണ്ണിച്ചേട്ടന്റെ ക്യാരക്ടർ പിന്നെയും പുള്ളി പണ്ട് ചെയ്തു വെച്ച മറ്റേ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ റഹ്മാൻ സാറ് ഇതിൽ വന്നിട്ടുള്ള, അതായത് പണ്ട് റഹ്മാൻ സാറ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടിയിട്ട് ഒരു കൊളാഷാണെന്ന് പറയാം. ബോൺ ആർട്ടിസ്റ്റാണ്, അതാണ് ബോൺ ഒടിച്ചിട്ട് വന്നേക്കണത് കയ്യിൽ. ബിരിയാണി കുഴി കോമഡിയൊക്കെ പറഞ്ഞ് താരായിട്ടിരിക്കല്ലേ ഒറ്റയ്ക്ക്. ഏതാ എടാ അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല. ചേച്ചി നമ്മൾക്ക് വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിയിട്ടിരിക്കണേ. ഞാൻ കഥ കേട്ട് ത്രില്ലടിച്ചിട്ടാണ് എസ് പറഞ്ഞതൊക്കെ. പൊളിക്കല്ലേ പ്ലീസ്. ഒന്നും അറിയില്ല. ഷീൽ ചേച്ചിന്റെ അബ്രാഞ്ചാന്റെ പടം പോവുക ചെയ്യാൻ വരിക, അത്രേ ഉള്ളൂ. 4 ദിവസം അഭിനയിച്ചു. ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ മനസ്സിലായില്ലേ ഉമർലുല്ലു, ഒരു ദിവസം എത്ര മിനിറ്റ് ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് വേണം. അപ്പോ ഏതാ ഇതാ ലെജൻസ് ആണ് ഇരിക്കുന്നത്, ലെജൻസ്. റഹ്മാനിക്ക് കാണുന്ന വരുന്നതായിരുന്നില്ല സെറ്റില്. റഹ്മാനിക്കനെ എങ്ങനെയായിരുന്നു വിപിനെ താഴോട്ട് ഇറക്കി 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 ഇറക്കി. ആദ്യം ICSE എവിടെയായിരുന്നു? CBSE ആയിരുന്നു. പിന്നെ
താഴോട്ട് 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 അങ്ങനെ അമ്മനൊന്നും അടിച്ചില്ലേ ഇവിടെ? ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളും. വിഷ്ണു മതി മതി, നീ എന്താടാ 4 ദിവസം ധ്യാൻ വന്നിട്ടുള്ളൂ. പക്ഷെ പടത്തില് ഇമ്പാക്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫ് ധ്യാൻ തന്നെ ഞെട്ടിപ്പോയി. ധ്യാൻ ഡബ് ചെയ്യാൻ വന്നിട്ട് അരമണിക്കൂർ കഴിയും. ആടാ അതെ അതെ ബംഗാളിയെ പോലെ പണിയെടുപ്പിച്ചു. സത്യം. അതൊന്ന് എന്ത് വ്യത്യാസമാണോ? ഏത് ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ ഇക്കൻ്റെ കേസ് നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ, കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും സിനിമേനെ ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതെ, ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ എന്താ പറയുക സെറ്റിൽ, പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് തന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിൽ പക്ക നമ്മൾ സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ കോമഡി പടമാണ്, ഹ്യൂമറാണ്. അപ്പം അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇക്കാതെ നമ്മളെ ആരെയും തന്നെ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര മാത്രമല്ല ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അതിലെല്ലാവരും ഹീറോസാണ്. എല്ലാവരും ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ മേക്കി കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതിന് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിനെ അത് പറ്റൂ അല്ലേ? ഈ പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള സംഗതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കും, അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലേക്ക് പറഞ്ഞു. ഇപ്പൊ റഹ്മാൻ സാറാണെങ്കിലും ഭവൻ ചേട്ടൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആണ്. ടെറൈനാ ഓൾഡ് സ്കൂള് മുതൽ എന്താ വിവരം എന്തും പറയാനുണ്ടോ ആ ടെറൈനെ പറ്റി? അപ്പം അവരുമായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു ഇത് എങ്ങനെയുണ്ടാവും? എടാ പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കൊക്കെ ഇല്ലല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, നമ്മൾ ഓപ്പോസിറ്റ് ഇവരോടെയൊക്കെ നിൽക്കുന്നത് തന്നെ നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റഹ്മാനിക്കയുടെ. ഇന്നത്തെ മറ്റേ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പോൾ ഇക്കേൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മൾ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളത് നന്നായി ചെയ്യണം, നമ്മൾ കാരണം ആ സീൻ കൊളാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭവനടി ചേട്ടനോട് കോമ്പിനേഷൻ ഇല്ല, എനിക്ക് ഇക്കയുടെ കൂടെയും ഇക്കേൻ്റെ ഗ്യാങ് ബാഡ് ബോയ്സിൻ്റെ കൂടെയാണ് എൻ്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും ആൻസനൊക്കെ നമുക്ക് നമ്മുടെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കേൻ്റെ കൂടെ അതല്ല. അപ്പം നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷേ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറേ തവണ തെറ്റിച്ചു, ഒരു വാക്കിൽ ഉടക്കിപ്പോയി. കുന്നംകുളം വിക്കൊക്കെ ഒരു വാക്ക് ആ പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്. അതേതൊരു കുന്നംകുളത്തിന് പകരം എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ. അപ്പം എനിക്കൊരു ധൈര്യം വന്നു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മൾ കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക്. കാരണം ഇവർക്ക് ഒരുപാട് വേറെയും കുറേ പരിപാടികളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺ എ പേഴ്സണൽ നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റുള്ള സീനുകളായിരുന്നു. ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ തന്നെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്.
അല്ല ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷി ഷെട്ടി ഫാനാണ്, ആ റെഫറൻസ് വെച്ചിട്ട് ചെയ്താന്ന് ഞാൻ രണ്ടു മൂന്ന് പടം കണ്ടിന്യൂറ്റി ആണ് അതാ. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാൻ്റെ അടുത്ത് ചെന്ന വഴിക്കാണ് ധ്യാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷി ഷെട്ടിയാണ് എന്റെ മനസ്സിൽ. ഞാൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ ടിനിയൊക്കെ പറഞ്ഞേ ഇത് ഇപ്പൊ പവർ ഗ്രൂപ്പിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഇതൊരു ബെൽറ്റ് ഗ്രൂപ്പ് ആയി എന്നാ പറയുന്നത്. അബാമിന്റെ കൂടെ ഒരു ബെൽറ്റ് ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പും ബെൽറ്റ് ഗ്രൂപ്പും. ചേച്ചിയാ ശരിക്കും പവർ ഗ്രൂപ്പ്. ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇരുത്തിയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ വേറെ പടമുണ്ട്. അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും അല്ലേ. ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. അജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്ക് തോന്നുന്നു. ബാബാനൻ ചേട്ടൻ ഇത് ആ 2020 ശേഷമുള്ളൊരു അതോ 2020 ആണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഒന്നും പറയില്ല എന്നെ സംബന്ധിച്ച്. എന്നോട് ചോദിച്ചാ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്. കാണ് കഴിഞ്ഞ ദിവസം ഇനാഗ്രൽ ഷോ പറഞ്ഞു പവർ ഗ്രൂപ്പ് ഞാനാണ്, ഞാൻ നയിക്കുന്ന പവർ ഗ്രൂപ്പ് ഉള്ളതെന്നാ പറഞ്ഞു. അതൊക്കെ എങ്ങനെ കേട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറേ ഇത് വന്നല്ലോ. അപ്പം എന്ന് വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ബാബുവേട്ടനൊക്കെ എൻ്റെ അറിവിൽ ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ടുണ്ട്. ബാബുവേട്ട നമ്മളൊരു പടമുണ്ട്, പരിപാടി ഉണ്ടെന്നുണ്ട് ബാബുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ പവർ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാ. അപ്പം ഞാനായിരിക്കണമല്ലോ. അപ്പോൾ അതെ, അങ്ങനെ നോക്കുമ്പോൾ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. അപ്പം ഞാൻ വെറുതെ ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിൻ്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അല്ലാതെ അതിൻ്റെ മുകളിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇത്രയും കാലം എൻ്റെ ഇൻഡസ്ട്രി എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മളും ഉണ്ടാവാം. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ, ഇപ്പോൾ ഞാനും ധ്യാനും ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ പടം ചെയ്യുമ്പോൾ ധ്യാൻ മതി, അപ്പൊ അവിടെ വേറൊരാളുടെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യും എല്ലാവരും. അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു ഗ്രൂപ്പിസൊക്കെ എന്നൊക്കെ നമ്മൾ ആദ്യമേ പറയുമല്ലോ. ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയണ പോലെ അത് ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. എന്ന് വെച്ചാൽ എല്ലാ മക്കളും ബിബിൻ ജോർജിനൊക്കെ വിളിക്കായിരുന്നു ധ്യാന്റെ ക്യാരക്ടർ ചെയ്യാൻ. അല്ലെ ബിബിനെ? അതിന്റെ അച്ഛന്റെ പേര് ഇല്ല, നീ കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ. വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പിസ് എന്നും ഉണ്ടല്ലോ, എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. ധ്യാനെ ഒരു പ്രാവശ്യം രാജിവെച്ചാണ്, വീണ്ടും രാജിവെപ്പിക്കല്ലേ പറഞ്ഞു കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലേ? അത് നല്ലല്ലേ? കേട്ടു. അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോൾ അവർ പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പം പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ച് ചേട്ടൻ വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 14-15 തീയതികൾ. അപ്പം അതിൽ ഒരു കാരണം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർ, ഫേക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ അപ്പോൾ കുറേ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നിവിൻ്റെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി. അത് കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടകം. സിനിമ കണ്ടാണ് നമ്മളെല്ലാവരും വളർന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. റഹ്മാൻ ഖാൻ ഇപ്പോ വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാൻ ഖാന്റെ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ അഭിനയ സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ റഹ്മാനൊക്കെയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? അതിനപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റഹ്മാനക്ക് ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ചോദിക്കണമെന്ന്. ഇത്രയും ഗ്യാപ്പ് എടുത്തതാണോ മലയാള സിനിമന്ന്, അല്ലെങ്കിൽ ആണല്ലേ മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണല്ലേ? കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ, അല്ലെങ്കിൽ അത് കാണാൻ വേറൊരു അഴകുണ്ടായിരുന്നു വെച്ചാൽ അല്ലേ, അതിൻ്റെ ഒരു സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ഏറ്റവും നമ്മളെ ഇതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പോൾ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമ്മൂക്കയ്ക്ക് ശേഷം, അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് പല സീക്വൻസിലും ട്രെയിലറൊക്കെ കണ്ടപ്പം മമ്മൂക്കനെ ഓർമ്മ വന്നു. അല്ലെങ്കിൽ മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് നമുക്ക് പല ട്രെയിലറിൻ്റെ പല മൊമെൻറ്റിലും. കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പം ശരിക്കും മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇല്ല എന്ന് വെച്ചാൽ ഞാൻ 4-5 ദിവസമേ ഉള്ളൂ ഞാൻ. പിന്നെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലാഷ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയില്ല, അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കിയില്ലല്ലോ, അത് വിട്ടു. എല്ലാ തവണ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മൾ കുറച്ച് നാടകവും നമ്മൾ കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല, ഇത്തവണ നമ്മൾ കട്ട കമേഴ്ഷ്യൽ ഇതാണ്. അതിൻ്റെ കൂടെ നാടകവും ത്രില്ലറൊന്നും വരണ്ട, അതൊക്കെ സൈഡായിക്കോളും കുറച്ച് 3 ദിവസം കഴിയുമ്പോൾ. പക്ഷെ അപ്പോഴും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കൂടെയുള്ള പടങ്ങൾ ഒന്ന് അടുത്ത സുഹൃത്തായ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പടം, ആ വീക്കെൻഡിൻ്റെ അടുത്ത പടത്തിൽ ഞാനാണ് നായകൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ARM-ഉം കിഷ്കിന്ധാകാന്ഡം, അതോടൊപ്പം തന്നെ കൊണ്ടൽ, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, വേറൊരു മാധവന്റെ ഫസ്റ്റ് പടം, ഡെബ്യൂ പടം. അതുകൊണ്ട് എടുത്ത് പറയണം, നിങ്ങളൊക്കെ പറയണം. അതിന് സുരേഷ് അങ്കിളുടെ മകന്റെ ഫസ്റ്റ് പടമാണ് കുമ്മാട്ടിക്കളി. ഇത്രയും സിനിമകളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ ആകുമ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട്, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി 2-3 സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട്. അപ്പം അതേപോലെയുള്ളൊരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ക്യാരക്ടർ ഒന്നും പിടിക്കാറില്ലല്ലോ, അറിയില്ല. ഞാൻ തലേദിവസം വന്ന് വേറെ പടത്തിന് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ. അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോവുക എന്നല്ലാതെ നമ്മൾ പിന്നെ സാരം കണ്ടായിരുന്നു ഇവിടെ അവനോട് അവൻ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്ത് ചോദ്യ, കാസ്റ്റ് ചെയ്യാൻ ഇക്ക ചെയ്യുമെന്ന് ചോദിക്കുക. ഇക്ക മലയാളം വിട്ടു നിൽക്കുക. അപ്പോഴാ ഒടിഞ്ഞ കൈയാണ്. അപ്പോ
അല്ല അതാ നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. അതുകൊണ്ട് ഒക്കെ ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ സന്തോഷം. വേറെന്താ ചേട്ടാ, ഈ ഇപ്പൊ ഓണത്തിലുണ്ടല്ലോ ഒരുപാട് ആഡ് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. ലാലേട്ടനെ കാട്ടിയും കൂടുതൽ ഈ ഓണത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്തത് ആഡ് ഫിലിംസിന്റെ. ലാലേട്ടന്റെ മൈജിക്ക് എന്നെ വിളിച്ചിരുന്നു, എനിക്ക് ഡേറ്റില്ലായിരുന്നു, പോകാൻ പറ്റില്ല. നീരജ് ചെയ്തു. നീരജ് ചെയ്തല്ല, മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ ആ തിണ്ടിയുടെ മലയാളിക്ക് പറഞ്ഞാൽ എടാ അവർ പറയുന്ന പൈസക്ക് പോവാം, പറയുന്ന പൈസക്ക് പോവാം. അവരപ്പോ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചു ഇവൻ. അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടന് പോലും ഇത്രയും പൈസ ഇല്ല മോനെ, വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി എന്ന് അവര് പറഞ്ഞു മൈജിക്കാര്. അങ്ങനെ അത് പോയി. ഞാൻ ഡിജിറ്റൽ അല്ലേടാ, ഞാൻ മെയിൻ ഇതിലോട്ട് ടിവിയിലോട്ട് വരാറില്ല. പ്ലസ് പരസ്യം, ഇനോഗ്രേഷൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന വേദന എടുക്കും. അതെ 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 അതെ. ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയാലോ, എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ പോട്ടേന്നേ, അതല്ലേ നല്ലത് അല്ലേ? ആവട്ടെ. അത് ഇവിടുത്തെ നമ്മുടെ ഇതിനകത്ത് നിന്ന് മാറിപ്പോവും. കൈയൊടിഞ്ഞൊന്നുമില്ല. ലുക്മാൻ ഒരു പടം, ഹർഷദ് ഖാന്റെ ഉണ്ടയുടെ ഒക്കെ പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ഒന്ന് ചവിട്ടിയപ്പോൾ തെറിച്ചു പോയി, റിസ്റ്റ് ഒന്ന് പൊട്ടി, സർജറി കഴിഞ്ഞു, പ്ലേറ്റ് ഇട്ടു, കഴിഞ്ഞു. ഏതാ സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന 1-2 പടങ്ങളൊക്കെ ചെറുങ്ങനെ. ഏതാ പൈസ? ഇവൻ ഇൻകം ടാക്സിലാണോ ഇവൻ? എടാ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. എന്തിനാ ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ നിനക്കിപ്പോ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയണോ? ആ ഫണ്ണൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ ഫണ്ണ് കോമഡിക്ക് ടൈമായി. സീരിയസ് തന്നെയാണ്. ഇനി ഇന്ന് ഒരു വലിയ വാർത്ത വന്നു. താങ്കൾ അമ്മ സംഘടനയിലുള്ള ആളാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാവരും രാജിവെച്ച സംഭവത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു. താരസംഘടനയിൽ നിന്ന് 20 പേര് ബി ഉണ്ണികൃഷ്ണനെ സമീപിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നു? അതേക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന 20 പേരെ കുറിച്ച് മാത്രമേ അറിയാൻ പാടുള്ളൂ. വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല, വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എനിക്കറിയില്ല. ഈ 20 പേരെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അല്ലേ? ഹൈദരാലിക്ക് വേറെ പണിയില്ല, നമുക്ക് ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കാം. അല്ല ഇതിനകത്ത് ഹൈദരാലി അഭിനയിച്ചിട്ടുണ്ട്, അത് അറിഞ്ഞോ? പറഞ്ഞോ? അതാണ് അത് പറഞ്ഞല്ലേ? ഹൈദരാലി ഇത്തിരി അകന്നിരിക്കുന്ന ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യം, ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാന്നുള്ളതാണ്. ഞങ്ങള് തമ്മിൽ അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 20 പേരെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം. ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം, ബാല ഉൾപ്പെടെയുള്ളവരുടെ. പുറത്ത് വന്ന് ഷൂട്ട് ചെയ്തിട്ട് നാളെ റിലീസാണ്. സമയം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ സെപ്റ്റംബർ 13-ാം തീയതി ബാഡ് ബോയ്സ് റിലീസാകുന്നു. അബാ മൂവീസ്, അമർ ലുലുവിൻ്റെ ഒരു ഫൺ ഫിലിം.